നെക്സ്റ്റ് ടോപ്പിക്ക് പബ്ലിക് റിലേഷൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പബ്ലിക് റിലേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? The government undertake innumerable activities for public welfare. പബ്ലിക് വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇന്യൂമറബിൾ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ധാരാളം പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ബട്ട് ഫോർ ദ സക്സസ്ഫുൾ അക്കംപ്ലിഷ്മെൻറ്റ് പബ്ലിക് കോപ്പറേഷൻ ഈസ് എസെൻഷ്യൽ. ഇനി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആരുടെ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം? പബ്ലിക്കിൻ്റെ. അപ്പോൾ പബ്ലിക്കിൻ്റെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്യൂമറബിൾ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ ആർക്ക് കഴിയൂ? ഗവൺമെൻറ്റിന്. ദ പർപ്പസ് ഓഫ് പബ്ലിക് റിലേഷൻ ഈസ് ടു ക്രിയേറ്റ് എ ഫേവറബിൾ പബ്ലിക് ഒപ്പീനിയൻ ടുവേഴ്സ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ദ പർപ്പസ് ഓഫ് പബ്ലിക് റിലേഷൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു ക്രിയേറ്റ് എ ഫേവറബിൾ പബ്ലിക് ഒപ്പീനിയൻ അപ്പം ടുവേഴ്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒരു ഫേവറബിളായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടി ഫേവറബിളായിട്ടുള്ള ഒരു ഒപ്പീനിയൻ കളക്ട് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേറ്റേഴ്സാണ്. സോ ദ പർപ്പസ് ഓഫ് പബ്ലിക് റിലേഷൻ. അപ്പോൾ പബ്ലിക് റിലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫേവറബിൾ ഒപ്പീനിയൻ കളക്ട് ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ട്? ടുവേഴ്സ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ ഫേവറബിളായിട്ടുള്ള ഒപ്പീനിയൻ കളക്ട് ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഇതിനുള്ളത്? പബ്ലിക് റിലേഷൻസിൽ ഉള്ളത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻ. ഈ പബ്ലിക് റിലേഷൻസിൻ്റെ പ്രാധാന്യം എന്താണ്? ഫസ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ്. സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നു. സോ മോഡേൺ സ്റ്റേറ്റ് ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്. മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയുള്ളൊരു സ്റ്റേറ്റാണ്? വെൽഫെയർ സ്റ്റേറ്റാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാറ്റേഴ്സ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്തിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്? ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്കാണ്. സോ ഇറ്റ് അണ്ടർടേക്ക് ആക്ടിവിറ്റീസ് വിച്ച് ആർ മീൻ ടു പ്രൊമോട്ട് പബ്ലിക് ഗുഡ്. ഇപ്പോൾ പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ദീസ് ആക്ടിവിറ്റീസ് ആർ മെയ്ഡ് നെസസറി ഫോർ അഡ്മിനിസ്ട്രേഷൻ ടു കീപ്പ് ഇൻ ടച്ച് വിത്ത് ദ പീപ്പിൾ. അല്ലേ? ഇപ്പോൾ ഈ ആക്ടിവിറ്റീസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ജനങ്ങളുമായിട്ടൊരു കീപ്പ് ഇൻ ടച്ച് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടൊരു അടുപ്പം ഉണ്ടായിരിക്കണം. പബ്ലിക് ഷുഡ് ബി ഇൻഫോംഡ് റിഗാർഡിംഗ് ദ നേച്ചർ ആൻഡ് ദ സ്കോപ്പ് ഓഫ് അവൈലബിൾ പബ്ലിക് സർവീസസ്. ഇപ്പോൾ പബ്ലിക് സർവീസ് എന്തൊക്കെ സർവീസസാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മുടെ അല്ലെങ്കിൽ അതും ഏതിൻ്റെയാണ്? പബ്ലിക് റിലേഷൻസിൻ്റെ പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, safeguard against public criticism. So the basic difference between private and public administration is that even the smallest error of public administration soon comes to light. ഇനി നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുന്നു. അതേസമയം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പോരായ്മകളോ ഉണ്ടായാൽ അത് ഞാൻ മാത്രമേ അറിയൂ, അല്ലേ? അതേസമയം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡാവും. സോ ഓൺ ദി അതർ ഹാൻഡ്, ഈവൻ ദ ഗ്രേറ്റസ്റ്റ് സ്കാൻഡൽസ് ആൻഡ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ദ പബ്ലിക് ഡസ് നോട്ട് ലേൺ അബൌട്ട് ദം. ദ പബ്ലിക് ഓഫീഷ്യൽസ് ഹാവ് ടു ബി വിജിലൻറ്റ്. ഇപ്പോൾ പബ്ലിക് ഓഫീഷ്യൽസ് എന്ന് പറയുന്നത് എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. ദേ ഹാവ് ടു സേവ് ദെയർ പോളിസീസ്. And for this they have to keep and to maintain close contact with the people. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിറ്റിസിസം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ എപ്പോഴും ജനങ്ങളുമായിട്ടൊരു ക്ലോസ് കോണ്ടാക്റ്റ് വേണം. അപ്പം സേഫ് ഗാർഡ് എഗൻസ്റ്റ് പബ്ലിക് ക്രിറ്റിസിസം. പബ്ലിക് ക്രിറ്റിസിസത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഏതിലൂടെ? പബ്ലിക് റിലേഷൻസിലൂടെ. തേർഡ് വൺ ഈസ് ചേഞ്ച് ഇൻ public policies. So nowadays public policies have undergone great change. ഇപ്പോൾ ഇന്നെന്ന് പറയുന്നത് പബ്ലിക് പോളിസീസ് എന്ന് പറയുന്നത് ഓരോ ദിവസം എന്തിലേക്ക് മാറുന്നു? അണ്ടർഗോൺ ഗ്രേറ്റ് ചേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. So the government do not have to confine themselves to the maintenance of land order.
The government do not have to confine themselves to maintenance of law and order. They undertake a lot of activities which are advertised by the officials. A lot of activities ആണ് അല്ലേ ഒഫീഷ്യൽസ് ഇന്ന് അണ്ടർടേക്ക് ചെയ്യുന്നത്. സോ ദ പബ്ലിക് ഷുഡ് ബി ഇൻഫോംഡ് റിഗാർഡിംഗ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അവൈലബിൾ സർവീസസ്. അപ്പം എന്തൊക്കെ സർവീസാണ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്, അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളെ ഇൻഫോം ചെയ്യണം. സോ ദ ചേഞ്ച് ഇൻ പബ്ലിക് പോളിസീസ് ആർ എൻലാർജ് ദ സ്കോപ്പ് ഓഫ് പബ്ലിക് റിലേഷൻ. അപ്പോൾ ഓരോ പോളിസികൾ എന്ന് വെച്ചാൽ എന്നും നമ്മൾ ഒരു പോളിസി മാത്രമല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ചേഞ്ചിങ് സർക്കംസ്റ്റൻസിനനുസരിച്ച് പുതിയ പുതിയ ഡെവലപ്മെൻറ്റിനനുസരിച്ച് നമ്മൾ പുതിയ അല്ലെങ്കിൽ നമ്മുടെ പോളിസികളിൽ ചേഞ്ച് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അങ്ങനെ ചേഞ്ച് കൊണ്ടുവരണമെങ്കിലും അത് ഏതിലൂടെ ആയിരിക്കണം? ത്രൂ പബ്ലിക് റിലേഷൻസ്. ഇനി അടുത്ത ഫോർത്ത് വൺ ഈസ് റോൾ ഓഫ് എ സെയിൽസ്മാൻ. സോ ടുഡേ ദ പബ്ലിക് റിലേഷൻസ് ഈസ് ലൈക്ക് എ സെയിൽസ്മാൻഷിപ്പ്. അപ്പോൾ ഇന്ന് നമ്മുടെ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് ആരായിട്ട് മാറുന്നു? ഒരു സെയിൽസ്മാൻഷിപ്പായിട്ട് മാറുന്നു. ആസ് എ സെയിൽസ്മാൻ സെൽസ് ഹിസ് കമ്മോഡിറ്റീസ് ബൈ അഡ്വർടൈസിങ് ദം അല്ലേ. ഇപ്പം ഞാനൊരു സെയിൽസ്മാൻ ആണെങ്കിൽ എൻ്റെ കമ്മോഡിറ്റി ഞാൻ വിൽക്കുന്നത് എങ്ങനെയാണ്? ത്രൂ അഡ്വർടൈസ്മെൻറ്റ്. ഇൻ ദ സെയിം വേ ഇപ്പോൾ ഈ വേയിലൂടെ മോഡേൺ അഡ്മിനിസ്ട്രേഷൻ ഹാവ് ടു സെൽ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്രോഗ്രാം. നമ്മളെ മോഡേൺ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ചെയ്യുന്നത്? ഒരു സെയിൽസ്മാനായിട്ട് പ്രവർത്തിക്കുന്നു. ആരുടെ സെയിൽസ്മാനായിട്ട്? ഗവൺമെൻറ്റിൻ്റെ. ഇപ്പോൾ ഗവൺമെൻറ് പോളിസികളും പ്രോഗ്രാമുകളും വിൽക്കുന്ന ഒരു സെയിൽസ്മാനായിട്ട് പ്രവർത്തിക്കുന്നു. ആൻഡ് ദേ ഇൻ അതർ വേർഡ്സ് പ്രസൻറ്റ് ദെയർ പ്രോഗ്രാംസ് ബിഫോർ ദ പീപ്പിൾ in such an attractive package that the public not only accept but also support them. So in other words, the present their program before the people in attracting package. ഇപ്പം ജനങ്ങളുടെ മുന്നിലേക്ക് ഗവൺമെൻറ് പാക്കേജ് എത്തിക്കുന്നു. അതൊരു അട്രാക്റ്റീവ് പാക്കേജായിട്ട് എത്തിക്കുന്നു. ആര്? നമ്മുടെ പബ്ലിക് റിലേഷൻസ്. Public relations in public administration. നെക്സ്റ്റ് വൺ ഈസ് ആസ് എ ഫിസിക്കൽ ഓഫീസർ. ഇപ്പോൾ ഒരു ഫിസിക്കൽ ഓഫീസർ എന്ന നിലയിൽ ഡിസ്ട്രിക്ട് കളക്ടർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്തൊക്കെയാണ്? ആസ് എ ഫിസിക്കൽ ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട് ദ കളക്ടർ കണ്ടക്ട് അബ്കാരി സെയിൽസ് ആൻഡ് ഇഷ്യൂസ് ലൈസൻസസ് ടു ദ സെല്ലേഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് നർക്കോട്ടിക് ഡ്രഗ്സ് സച്ച് as opium and hemp etc. Next district, the collector conduct abkari sales and issues licenses to the sellers of intoxicating drinks and narcotic drugs such as opium. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, പഞ്ചായത്ത്, ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതുപോലെ റെഫ്യൂജി അഭയാർത്ഥികൾക്ക് റീഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്തുന്നു. എൻകറേജ്മെൻറ്റ് ഓഫ് അവയർനെസ് ഓഫ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ. ഇനി ഓരോ വ്യക്തികളുടെയും റൈറ്റ് എന്താണ്, ഡ്യൂട്ടി എന്താണ്, അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇൻഫാക്ട് പെർഫോമൻസ് ഓഫ് സച്ച് ഡ്യൂട്ടീസ് ഗിവ് ഹിം ആമ്പിൾ ഓപ്പർച്യൂണിറ്റീസ് കം ഇൻ കോൺടാക്ട് വിത്ത്
നെക്സ്റ്റ് ടോപ്പിക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. നാലെണ്ണം സേവ് ആയുള്ളൂ. സേവ് ആയില്ല കിട്ടി.